പാകിസ്ഥാന്റെ ഉറ്റ സുഹൃത്താണ് ചൈന. ഇരുമ്പ് സൗഹൃദം എന്നാണ് പലപ്പോഴും പാകിസ്ഥാൻ ഈ ഒരു ബന്ധത്തെ വിശേഷിപ്പിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ചൈന പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത് ഒരു എട്ടിന്റെ പണിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി കടന്നു പോകുന്നതിന്റെ ഭാഗമായി ചൈന ഒരു 18 ഊർജ ഉൽപാദന കേന്ദ്രങ്ങൾ കൂടി പാകിസ്ഥാനിൽ നിർമ്മിച്ചിരുന്നു. അതുവഴിയായിരുന്നു പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് വേണ്ട വൈദ്യുതി പാകിസ്ഥാൻ എത്തിച്ചിരുന്നത്. അവർക്ക്, അതായത് ഈ ചൈനീസ് കമ്പനികൾക്ക്, ഈ 18 ഊർജ ഉൽപാദന കേന്ദ്രങ്ങൾ സ്ഥാപിച്ച ചൈനീസ് കമ്പനിക്ക് 42,300 കോടി രൂപ പാകിസ്ഥാൻ നൽകാനുണ്ടായിരുന്നു. ഇത് കൂടാതെ സർചാർജ് ഇനത്തിൽ ഒരു 17,000 കോടി രൂപ കൂടി നൽകാനുണ്ടായിരുന്നു. ഈ സർചാർജ് എങ്കിലും ഉടൻ അടയ്ക്കണമെന്ന് ചൈനീസ് കമ്പനികൾ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ സർചാർജ് എഴുതിത്തള്ളണമെന്നുള്ള പാകിസ്ഥാന്റെ ആവശ്യം ചൈനീസ് കമ്പനികൾ തള്ളുക മാത്രമല്ല, വൈദ്യുതി കട്ട് ചെയ്യുകയും ചെയ്തു. ഇതോടുകൂടി ജനങ്ങൾ ഇരുട്ടിലാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ പല വഴി പാകിസ്ഥാൻ ചൈനീസ് കമ്പനികളുമായി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ അതിന് വഴങ്ങിയില്ല. ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് ഏതാണ്ട് 95,000 കോടി രൂപ കടമെടുക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് പാകിസ്ഥാൻ. ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങൾ, അതായത് ചൈനീസുകാരുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നും കുറഞ്ഞ പലിശയ്ക്ക് പണം എടുക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് പാകിസ്ഥാൻ. ഏതായാലും ഈ സൗദി അറേബ്യ കനിഞ്ഞാൽ, ഈ 95,000 കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ, ചൈനീസ് കമ്പനികൾക്ക് അത് നൽകിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്ന് പാകിസ്ഥാൻ കരുതുന്നു. ഏതായാലും കടുത്ത വൈദ്യുതി പ്രതിസന്ധിയാണ് പാകിസ്ഥാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്. ഏതായാലും പാകിസ്ഥാനിലെ വൈദ്യുതി കടം മാത്രം, അതായത് ഈ കമ്പനികൾക്ക് അടച്ചു തീർക്കാനുള്ള കടം മാത്രം 3 ലക്ഷം കോടി രൂപയാണ്. ഈ 3 ലക്ഷം കോടി രൂപ ജനങ്ങളുടെ തലയിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇത് ജനങ്ങൾക്ക് മുകളിലുള്ള ഒരു ബാധ്യതയാണ്. കാരണം ഭരണാധികാരികൾക്ക് വരുത്തി വെച്ചിരിക്കുന്ന ഈ ഒരു വലിയ ദുരിതം, 3 ലക്ഷം കോടി രൂപ വിവിധ ഊർജ്ജ സ്ഥാപനങ്ങൾക്ക് അടച്ചു തീർക്കാനുണ്ട്. ഇതെല്ലാം ജനങ്ങൾ വഹിക്കേണ്ടി വരും എന്നുള്ള ഒരു വലിയ ഭീതിജനകമായ ഒരു അവസ്ഥ കൂടി നിൽക്കുന്നു. ഏതായാലും ചൈന പിടിമുറുക്കി ആ രാജ്യങ്ങൾ നശിക്കുക ഒരു പതിവുള്ള കാഴ്ചയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാണുന്ന ഒരു ഉദാഹരണം പാകിസ്ഥാനാണ്. ഇപ്പോൾ ബംഗ്ലാദേശ് കൂടുതലായി ചൈനയുമായി അടുക്കുകയും പദ്ധതികൾക്കായി കെഞ്ചുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച കാണുന്നു. പിന്നീട് നമ്മൾ കരയുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിയുമായിരിക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.